ട്രാവൽ ചെയ്യാനൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണോ? ഭയങ്കര ഇഷ്ടമാണ്. ആളെ എത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. അറിയാം, ഞാൻ പോസ്റ്റുകളൊക്കെ കാണാറുണ്ട്, എന്നാലും ഞാൻ ഒന്ന് ചോദിച്ചതേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. ആ ചെറുപ്പം തൊട്ട് അപ്പനും അമ്മയൊക്കെ ഞങ്ങളെ കുറെ ട്രാവൽ ചെയ്യിച്ചിട്ടുണ്ട്. പക്ഷെ അവരെ കൊണ്ട് പറ്റുന്ന പോലെ ഇന്ത്യക്കകത്തൊക്കെ, കേരളത്തിനകത്തും ഇന്ത്യക്കകത്തും ഒക്കെ. ഞാനൊരു 10ാം ക്ലാസ് പോകുന്നതിന് മുമ്പ്, 10ാം ക്ലാസ് തീരുന്നതിന് മുമ്പേ ഞാൻ ഒരു ഡൽഹി, പഞ്ചാബ്, അതുപോലെ നമ്മളുടെ തമിഴ്നാട്ടിലെ കുറേ സ്ഥലങ്ങൾ, ബാംഗ്ലൂരും മൈസൂരും അങ്ങനത്തെ സ്ഥലങ്ങൾ, അതുപോലെ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ അവർ തന്നെ, കൽക്കട്ട, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എന്നെ ചെറുപ്പത്തിലേ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അപ്പോൾ തൊട്ട് നമുക്ക് ഈ പുതിയ സ്ഥലങ്ങൾ കാണുമ്പോഴൊരു പുതിയ ആൾക്കാർ, പുതിയ ഭക്ഷണം, പുതിയ എക്സ്പീരിയൻസസിനോട് എപ്പോഴും അതാ ചെറുപ്പത്തിലെ നമ്മളത് എന്താ പറയുക, അതിലേക്ക് ഇൻട്രൊഡ്യൂസ്ഡ് ആയി. പിന്നെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ പാകത്തിന് നമുക്ക് പറ്റി തുടങ്ങിയപ്പോൾ ഞാൻ ഈ പ്ലാൻഡ് അല്ലാത്ത ട്രിപ്പുകൾ പോയി തുടങ്ങി. അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് മാത്രം ഉണ്ടാവും. അതിന് ഇടയ്ക്കുള്ള പരിപാടി നമ്മൾ അവിടെ ചെന്നിട്ട് പ്ലാൻ ചെയ്യാം പോണ വഴിക്ക്. പിന്നെ ബാക്കിയൊക്കെ കണ്ടുപിടിച്ച് പിന്നെ ഫാമിലി ആയിട്ട് ടൂർ പോകാനായിട്ട് തുടങ്ങിയ സമയത്ത് അതിപ്പോൾ അതിനുള്ള ഒരു സൗകര്യങ്ങളൊക്കെ ആയപ്പോൾ അതും ചെയ്യുന്നു. എന്നെ പണ്ട് ടൂർ കൊണ്ടുപോയ അപ്പനും അമ്മേനും അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ചേട്ടനും ചേച്ചിയും ഞങ്ങളെല്ലാവരും കൂടെ പോകും. 15 പേരും കൂടെ പോകും. അതായത് ഞങ്ങളുടെ അപ്പനമ്മ, ചേച്ചികളെയും പിള്ളേർ, ചേട്ടൻ്റെ ഭാര്യ പിള്ളേർ, ഞാൻ ഭാര്യ പിള്ളേർ എന്ന് പറയുമ്പോൾ ഒരു 15 പേരായി. അപ്പോൾ ഒരു പാക്കേജ്, ഒരു ട്രാവലറിനുള്ള ആളായി. ഒരു പാക്കേജ് ട്രിപ്പൊക്കെ ഓക്കെയാണ്. നമുക്ക് ഒരു പാക്കേജ് ട്രിപ്പിനുള്ള ആളുണ്ട് ഞങ്ങൾ. ട്രാവലിങ്ങും കാര്യങ്ങളും ഇല്ല. ഞാൻ താമസിക്കുന്ന വീട്ടിലൊക്കെ പറയാറുണ്ട്, ഇപ്പം നായകര വെള്ളച്ചാട്ടത്തിന് മുന്നിൽ പോയാലും ഞാൻ അവിടെ റൂമിൽ കിടക്കുള്ളൂ. എനിക്കത് ഇൻവെർട്ടറാണെന്ന്. ഇൻവെർട്ടർ നമ്മൾ കഴിഞ്ഞ ദിവസം പറയട്ടെ, ഇൻവെർട്ടറാണ് ആക്ച്വലി. സോറി, ഞാൻ ഒരു ഇൻവെർട്ടറാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂവിൽ അത് പറഞ്ഞ് മാറിപ്പോയതാ. ശരിക്കും ഇൻവെർട്ടറിനായിപ്പോയി. അപ്പോൾ എനിക്കെന്താ വെച്ചാൽ, പിന്നെ എനിക്ക് വളരെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ എവിടെയെങ്കിലും ഇരുന്ന് വർത്താനം പറയാം, അല്ല അവിടെ കൂടെ എന്തെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യാന്നല്ല. ഈ ലോങ് യാത്ര എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വണ്ടി ഓടിക്കുക, മെന്റൽ എക്സോഷൻ. അതെ അതെ അതെ. നമുക്ക് എനിക്കെന്തോ കൗതുകം വളരെ കുറവാണ്. കാട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പോകുന്നത് തന്നെ ഇപ്പോൾ ഇടുക്കിയിലെ ഏതാണ്ട് എല്ലാ കാടുകളും ഞാൻ കയറി കഴിഞ്ഞു. വയനാട്ടിൽ ഇപ്പോൾ ഇതോടുകൂടി വയനാട്ടിലെ കൊടക് ഭാഗം, നമ്മുടെ എൻ്റെ നാടിൻ്റെ ഭാഗങ്ങളൊക്കെ കാടിലൊക്കെ ഞാൻ പോകുന്നുണ്ട്. അപ്പം എനിക്കതും ഇഷ്ടമാണ്. കാടുമായിട്ട് ഭയങ്കരമായ കണക്ഷനാണ് എനിക്ക് ഇപ്പോഴും ഓർമ്മ. 2018 കല്യാണം കഴിഞ്ഞ് നമ്മൾ ഹണിമൂൺ പോകുന്നത് ഇടുക്കിയിലെ രാജപ്പാറ, ഗൂഡംപാറയുള്ള ഒരു എസ്റ്റേറ്റിലാണ്. 8 ദിവസം കാടിൻ്റെ അകത്ത് ഹണിമൂൺ എന്ന് പറഞ്ഞാൽ ഞാനും ഫാമിലി, വൈഫ് മാത്രമല്ല നമ്മുടെ ടീമായിട്ട് ഫുള്ളായിട്ടാണ് ഒരു ഹണിമൂൺ പാക്കേജ് പിടിച്ചത്. മിഥുനം പോലെയായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം അവിടെ ഒരു 10 ദിവസം അതിൻ്റെ അകത്ത്. അതിന് ഫോൺ കണക്ഷൻസ് ഒന്നുമില്ല. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് പോയി അവിടെ നിന്നാണ് നമ്മൾ ഇഷ്കിൻ്റെ പോലെ ഒരു ഫൈനൽ ഒരു പോളിഷിംഗ് ഒക്കെ. ഹണിമൂണിന് പോയപ്പോഴും നിങ്ങൾ പോളിഷിംഗ് ചെയ്തോണ്ടിരുന്നോ? സത്യസന്ധമായ അവസ്ഥയാ. ഞാൻ ഇപ്പം 31 വയസ്സായിപ്പോ ഞാൻ 3 രാജ്യങ്ങൾ എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ. മലേഷ്യ. നിങ്ങളെ വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. ട്രാൻസ്ഫോർമേഷൻസ് ഇങ്ങനെ വന്നു. കേരളത്തിലെ 60 സ്ഥലങ്ങൾ, ഓരോ ജില്ലയിൽ നിന്ന് 4 സ്ഥലങ്ങൾ വീതം എടുത്തിട്ട് ഓരോ സെക്കൻഡ് ഓരോ സ്ഥലത്ത് നിന്നിട്ട് ഒരു വീഡിയോ ചെയ്തു. ഡാൻസ് വൃത്തിയായി ചെയ്തു എന്നുള്ളതാണ് അതില്. അയ്യോ, ഞാൻ ഡാൻസ് പഠിക്കാൻ പറ്റ പാടെന്റെ പൊന്നിട്ടോ ബ്രോ. തല്ലുമാല ഞാൻ ഓർക്കുന്നു. അയ്യോ പെട്ട പടതും. കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ സ്ഥലത്ത് നിന്നും കളിക്കുമ്പോഴേ എൻ്റെ ചെവിയിൽ ഇയർഫോൺ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പം ആൾക്കാർ നോക്കുമ്പോൾ ഒരുത്തൻ റോഡിൽ നിന്നിട്ട് ഇവൻ എന്താ വയ്യേ എന്നുള്ള ആറ്റിറ്റ്യൂഡിലുള്ള നോട്ടം കാരണം തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നേന്ന്. അപ്പം ഈ ഡാൻസ് 60 സ്ഥലങ്ങളിൽ നിന്ന് കളിക്കണം, ഫുൾ ഡാൻസ്, എന്നാലേ കറക്റ്റ് അവന് ഇഷ്ടമുള്ള രീതിക്ക് എടുത്ത് കട്ട് ചെയ്ത് കയറ്റാൻ പറ്റും. ഞാൻ ഒന്ന് മനസ്സിലാക്കിയൊരു കാര്യം, കേരളത്തിന്റെ റോഡുകൾ വളരെയധികം ശോചനമായ അവസ്ഥയിലായിരുന്നു. ഈ ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് നടുവനക്കാൻ വയ്യ. പക്ഷേ എത്ര ദിവസം കൊണ്ടാ? ഒരാഴ്ച. അത് കഴിഞ്ഞിട്ട് ഷൂട്ട് തുടങ്ങുമായിരുന്നു. മഴയില്ല. ഒരു ദിവസം 2 ജില്ല കവർ ചെയ്യുമായിരിക്കും. ഒരു ദിവസം 2 ജില്ല 3 ജില്ല വെച്ചിട്ടൊക്കെ കവർ ചെയ്ത് പോയി. കാസർഗോഡ്, കണ്ണൂര്, മലപ്പുറം. അങ്ങനെ ഏറ്റവും നല്ല ജില്ല ഏതാ പോയതിൽ? ഞാൻ പോയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തിരുവനന്തപുരം പറയരുത്. അല്ലല്ല, തിരുവനന്തപുരം എൻ്റെ അമ്മ നാടാണ്. അത് എനിക്കെന്നും ഫേവറേറ്റ് ആയിരിക്കും. പക്ഷെ ഞാൻ പോയി കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇടുക്കി. അത്യാവശ്യം നല്ല സ്ഥലമാണ്. ആലപ്പുഴ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഈ 2 സ്ഥലങ്ങളും എന്തോ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട്. ഒന്ന് ഇടുക്കി എന്ന് പറഞ്ഞാൽ മല, പിന്നെ ആലപ്പുഴ എന്ന് പറഞ്ഞാൽ പുഴ. ഇത് രണ്ടും
ഭയങ്കര ഇഷ്ടം. പിന്നെ ബീച്ച് പിന്നെ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടല്ലോ. കണ്ണൂരിലെ ഡ്രൈവിംഗ് ബീച്ച്, അയ്യോ നേരത്തെ സമയത്ത് അവിടെ ഒരു ഡ്രോൺ ഷോട്ടൊക്കെ എടുത്ത് കാർ ഓടിച്ചിട്ട് എന്ത് ഭംഗിയായിരുന്നു ആ സ്ഥലമൊക്കെ. പക്ഷെ അത് കാരണമാണ് അന്ന് മറ്റേ നമ്മൾ ടൂറിസം മിനിസ്റ്ററൊക്കെ ആ വീഡിയോ ഷെയർ ചെയ്തത്. അപ്പം പുള്ളി ഒരു പോഡ്കാസ്റ്റ് കൊണ്ടുവരണമെന്നും എനിക്കുണ്ട്. എന്നിട്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കണമെന്നുണ്ട് നമ്മുടെ കേരളത്തിലെ ടൂറിസത്തിന്റെ പോസിബിലിറ്റീസിനെ കുറിച്ച്. കേരളം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. അത് നമ്മൾ ആക്ച്വലി ആ വാല്യൂ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ പുറത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരണം. സത്യം. കേരളത്തിന്റെ ഭയങ്കര നമ്മുടെ ഇവിടെ അത്യാവശ്യത്തിന് ഫെസിലിറ്റീസ് ഉണ്ട്, ഫീച്ചേഴ്സ് ഉണ്ട്. ഒരുവിധം സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ റേഞ്ച് ഉണ്ട്. പല സ്ഥലങ്ങളിൽ ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ റേഞ്ച് പോലും കിട്ടത്തില്ല നമുക്ക്. അതായത് നമ്മള് ഇന്ത്യയിലെ മറ്റു സ്ഥലങ്ങളിൽ ഒക്കെ യാത്ര ചെയ്ത് തിരിച്ചു വരുമ്പോൾ നമുക്ക് കേരളത്തിലെത്തുമ്പോൾ നമ്മൾ കേരളത്തിൽ നിന്നുള്ള ആൾക്കാരായതുകൊണ്ടാണെന്ന് അറിയില്ല, ഭയങ്കര സമാധാനമാണ്. നമുക്ക് പച്ചപ്പും കുറച്ച് താരതമ്യേന കുറച്ചും കൂടെ വൃത്തിയും പിന്നെ എന്തൊക്കെ ടെറൈനാണ് ഇവിടെ ഉള്ളത്. കുറച്ചുകൂടെ പീസ് ഉണ്ടെന്ന് അതെ, തോന്നുന്നു. മഞ്ഞൊഴിച്ച് അത് മെയിൻ മറ്റേ സോളിഡ് സ്നോഫോൾ ഒഴിച്ച് ബാക്കി എല്ലാ കാലാവസ്ഥയും നമുക്ക് ഇവിടെ ഉണ്ട്. അതില്ലാത്ത ഭാഗ്യം ഇല്ലെങ്കിൽ നമ്മള് അത് ഈ മഞ്ഞുള്ള സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണെന്നേ ഉള്ളൂ. ഇത് എത്ര ലെയർ ഡ്രസ്സ് ഇടണമെന്ന് അറിയാമോ? ഇതാകുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ വെറുതെ ഒരു പാന്റും ഒരു ഷർട്ടും ഇട്ട് ടീഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് ഉടുപ്പില്ലെങ്കിലും കുഴപ്പമില്ല. വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ ഉടുപ്പിടണ്ട, വീട്ടിനകത്ത് വെക്കുമ്പോൾ ഉടുപ്പിടണ്ട, പുറത്തിറങ്ങുമ്പോൾ ചില്ലാണ്. കാശ്മീർ മുമ്പ് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര ലെയർ തെർമൽസ് ഇടണം, അതിന്റെ മുകളിൽ നമ്മളെ സ്വെറ്റേഴ്സ് ഇടണം, അതിന്റെ മുകളിൽ ജാക്കറ്റ്, നല്ല തണുപ്പുള്ള സമയമൊക്കെ ആണെങ്കിൽ. എൻ്റെ ഒരു കൂട്ടുകാർ UK ബ്രോ. അപ്പോൾ അവനാണെങ്കിൽ ഇടയ്ക്ക് വിളിച്ചപ്പോഴത്തേക്കും അവൻ പറഞ്ഞു, എടാ ഇവിടെ സമ്മറാടാ. അപ്പം ഞാൻ നോക്കിയപ്പോൾ സ്വെറ്റർ ഇട്ടിട്ടിരിക്കുന്നു. എടാ നീ സമ്മറായിട്ട് എന്താ സ്വെറ്റർ ഇട്ടേക്കുന്നത്? സമ്മറാണെങ്കിലും ടെമ്പറേച്ചർ 11 ഡിഗ്രിയാണ്. 11 ഡിഗ്രിയാ ഇവിടെ. കേരളത്തിന്റെ ചരിത്രത്തിൽ 11 ഒരു പ്രാവശ്യം എങ്ങാനും അബദ്ധവശാൽ പോയിട്ടുണ്ടെങ്കിൽ പോയി കാണും. അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ എന്തോ രസമാണ്, തണുപ്പാകുമ്പോഴത്തേക്ക് ഒരു 13, 14, 15 ഡിഗ്രിയിലൊക്കെ നിൽക്കും. പിന്നെ ചൂടാകുമ്പോൾ കുറച്ച് പുഴുങ്ങും നമ്മൾ, എന്നാലും അത് ടെമ്പറേച്ചറിനാണ്, നമ്മളെ ഹ്യൂമിഡിറ്റി കാരണമാണ്. പിന്നെ ബ്രോ പറഞ്ഞ ഈ സാധനം, ഈ മഞ്ഞുള്ള സ്ഥലങ്ങളിലുണ്ടല്ലോ, ഇപ്പൊ കാനഡയൊക്കെ ഫുൾ മഞ്ഞ് മരുഭൂമിയാണത്. അപ്പോൾ അവർക്ക് ഡിപ്രഷൻ കൂടുതലാണ്. അത് ഡിപ്രഷൻ വരുന്നതിനുള്ള പ്രധാന കാരണം ആയിട്ട് ഞാൻ അവിടെയുള്ള ആൾക്കാരായിട്ട് സംസാരിച്ചപ്പോൾ, ഇവർക്ക് ഈ ഡേ ലൈറ്റ് കുറയും, നേരത്തെ സൂര്യൻ അസ്തമിക്കും, നേരം വൈകിയ സൂര്യൻ ഉദിക്കും. അപ്പൊ രാത്രി കൂടും തണുപ്പ്. അപ്പൊ ഇവർക്ക് നമ്മള് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങി സൺലൈറ്റും ഒക്കെ വരുമ്പോഴാണ് നമ്മളുടെ ഹാപ്പി ഹോർമോൺസ് ഒക്കെ കുറെ റിലീസ് ആവുന്നത്. ഇതെന്ന് വെച്ചാൽ ഈ ഇരുട്ട് കൂടുന്ന സമയത്ത് ചെറിയ ഡിപ്രഷൻ വരും അത്രേ. അതുപോലെ തണുപ്പാണെങ്കിലും നമ്മളുടെ ഇവിടെ ചൂട് മാക്സിമം എത്ര ചൂട് വന്നാലും നമുക്ക് സഹിക്കബിൾ ചൂടുണ്ടാവും. തണുപ്പ് ചില സമയത്ത് ഭയങ്കര തണുപ്പായിരിക്കും, അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല. പിന്നെ നമുക്കിവിടെ നമ്മൾ കുറെ സ്വെറ്റ് ചെയ്ത് പോകുന്ന കാരണം കൊണ്ട് നമ്മൾ വെള്ളവും നമ്മളുടെ മിനറൽസും നമ്മൾ ടോപ്പ് അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മുടെ സ്കിന്നിൽ നിന്നും ഒക്കെയുള്ള ഇംപ്യൂരിറ്റീസ് എല്ലാം പുറത്തേക്ക് സ്വെറ്റ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടാണ് ഈ തണുപ്പ് രാജ്യങ്ങളിൽ സോണയും സ്റ്റീമും ഒക്കെ ഭയങ്കരമായിട്ട് അവർക്ക് വേർക്കാനായിട്ട് വേറെ വഴിയില്ല. വേർക്കണമെങ്കിൽ സ്റ്റീം റൂമിലോ ഇരിക്കണം. അപ്പൊ ഇവര് അതാണ് നമ്മൾ അവിടെ പോണ സമയത്ത് ഭൂരിഭാഗം സ്ഥലങ്ങളിലും ഒരു സോണ റൂമും സ്റ്റീം റൂമും ഉണ്ടാവും. അവർക്ക് വേർക്കണില്ല. വേർക്കണില്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് ഇമ്പ്യൂരിറ്റീസ് പുറത്തു പോകുന്നത് കുറയുന്നു എന്നുള്ളതാണ് അർത്ഥം. നമ്മൾ ശരിക്കും പറഞ്ഞ ഭയങ്കര ബ്ലെസ്ഡ് ആണ്, ക്ലൈമറ്റ് കൊണ്ടും പ്രകൃതി ഭംഗി കൊണ്ടും ഒക്കെ വായു കൊണ്ടും. അതെ, നമ്മളെ ഹോം ഭയങ്കര ബ്ലെസ്ഡ് ആണ്. അതെ, ആ ഒരു കാര്യത്തിൽ നമ്മൾ ശരിക്കും ബ്ലെസ്ഡ് ആണ്. ഈ റഷ്യക്കാരൊക്കെ ഈ അവിടുത്തെ തണുപ്പ് കൂടുന്ന സമയത്താണ് അവിടുന്ന് കുറ്റിമ്പതി നേരെ കേരളത്തിലോട്ടും ഗോവയിലോട്ടും ഒക്കെ വന്നിട്ട് ഇവിടെ ചാള അടുക്കിയിട്ടാണ് ബീച്ചിൽ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കി ഇവർക്ക് വെയിൽ കൊള്ളാൻ വയ്യേ. കാരണം നമ്മളിവിടെ വെയിലത്തുനിന്ന് കുടയും പിടിച്ച് എസ്കേപ്പ് ആവാൻ നോക്കുമ്പോൾ ഇവരൊക്കെ വന്ന് വല്ലപ്പോഴും കൊള്ളുമ്പോൾ രസം ഉണ്ടായിരിക്കും വെയിൽ. എന്താ വല്ലപ്പോഴും കൊള്ളുമ്പോഴേ ഒരു രസം കാണും. എന്നും കൊള്ളുന്നവർക്ക് അതൊരു വലിയ രസമുള്ള പരിപാടിയല്ല. പിന്നെ നമുക്ക് മഴയുണ്ട്. മഴ ഈ അയർലൻഡ് എന്നുള്ള ഒരു ആളുടെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരിക്ക് മഴ ഇഷ്ടമല്ലായിരുന്നു. കാരണം അവിടെ എപ്പോഴും മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിഷമവും ഡിപ്രഷനുമാണ്. കാരണം ഭയങ്കര തണുത്ത വെള്ളമാണ് മഴയായിട്ട് പെയ്യുന്നത്. അപ്പോൾ അവർക്ക് മഴ നനയുന്ന ഒരു കോൺസെപ്റ്റേ ഇല്ല. പക്ഷെ കേരളത്തിൽ വന്നപ്പോഴാണ് മഴയെ ആൾക്കാർ റൊമാൻറ്റിസൈസ് ചെയ്യുന്നത്. കാരണം മഴയത്ത് നിൽക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. സിനിമയിലൊക്കെ അത് മഴയെന്ന് പറഞ്ഞ ഒരു വികാരം, ഒരു പ്രണയത്തെ ഉണർത്തുന്ന ഒരു വികാരമാക്കി എടുക്കുന്നു. അതെ, അത് നമുക്ക് ഇവിടെ കിട്ടുള്ളൂ, അത് അങ്ങോട്ടൊന്നും കിട്ടത്തില്ല. ഇപ്പൊ ബ്രോ എത്ര രാജ്യത്ത് പോയി കാണും ഇതുവരെ? എണ്ണി നോക്കിയിട്ടുണ്ടോ? 190 രാജ്യങ്ങൾ അതിലെല്ലാം പോയിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ട് ഇന്ത്യക്ക് പുറത്ത് പോകുന്നത് എന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം, സിനിമയിൽ കയറിയതിനു ശേഷമാണ്. 2015 ഞാൻ ആദ്യമായിട്ട് ഇന്ത്യക്ക് പുറത്ത് പോകുന്നത്. അത് നമ്മളൊരു ഫ്രണ്ടിന്റെ റെസ്റ്റോറന്റിന്റെ റെനോവേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് അതിന്റെ ഉദ്ഘാടനത്തിന് ദുബായിക്കാണ് ഞാൻ ആദ്യമായിട്ട് ഇന്ത്യക്ക് പുറത്ത് പോകുന്നത്.
2015 ശരിയാ. 2015 നമ്മൾ പരിചയപ്പെട്ടതിനൊക്കെ ശേഷം അതാ ഞാൻ ആലോചിച്ചത്. ഞാൻ പെട്ടെന്ന് കറക്റ്റ് 2015 പക്ഷെ അതിന് ശേഷം എൻ്റെ രണ്ടാമത്തെ വിദേശയാത്ര മൺസൂൺ മാംഗോസ് എന്നുള്ള സിനിമയുടെ ഷൂട്ടിന് വേണ്ടി US-ലായിരുന്നു. അവിടെ ഞാൻ എനിക്ക് 4 ദിവസം ഷൂട്ട് ഉണ്ടായുള്ളൂ. പക്ഷേ ക്രൂ പോയപ്പോൾ ഞാനും പോയി, ക്രൂ തിരിച്ചു വന്നപ്പോഴേ ഞാൻ തിരിച്ചു വന്നുള്ളൂ. അപ്പോൾ 40 ദിവസം അവിടെ ഉണ്ടായിരുന്നു. ഈ 4 ദിവസം ഒഴിച്ച് ബാക്കി സമയം മൊത്തം ഞാൻ അവിടെ കറങ്ങി. അപ്പോൾ എൻ്റെ കസിൻസൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അവരുടെ കൂടെ കസിൻ ചേച്ചിയും പുള്ളിക്കാരുടെ ഹസ്ബൻഡൊക്കെ ഉണ്ട്. അവരെന്നെ കുറേ സ്ഥലങ്ങൾ കണ്ടു. പിന്നത്തെ പ്രാവശ്യം ഞാൻ വീണ്ടും US-ൽ പോയപ്പോൾ വേറെയും കുറച്ച് സ്ഥലങ്ങൾ കണ്ടു. അപ്പോൾ ഞാനൊരു അതിൻ്റെ ആ ഒരു കോസ്റ്റ് മൊത്തം ഞാൻ കറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്ത് ഇപ്പോൾ ഒരു 10 കൊല്ലം അല്ലേ, 2015 ജാനുവരിയിലാണ് ഞാൻ ആദ്യമായിട്ട് പോകുന്നത്. അപ്പോൾ 10 കൊല്ലത്തിനിടയ്ക്ക് ഞാൻ ഇപ്പോൾ കസാഖ്സ്ഥാനാണ് ലാസ്റ്റ് പോയത്. അതെന്റെ പോയിട്ടുണ്ടോ? ഇല്ല, പോയിട്ടില്ല. പോണം. അതിന്റെ 40ാമത്തെ രാജ്യമായിരുന്നു. എനിക്ക് അറിഞ്ഞൂടാ. സോവിയറ്റ് യൂണിയൻ കൺട്രീസ്. ഒരു മോട്ട സാധനമായിരുന്നു. റഷ്യ അത് എല്ലാം കളഞ്ഞിട്ട് റഷ്യ എന്നിട്ടും ഇത്ര ഉണ്ട്. ഒരു കഷ്ണം ഇരിക്കുന്നത് ഫിൻലാൻഡിന്റെ അപ്പുറത്തും മറ്റേ കഷ്ണം ചൈനയുടെ നമ്മുടെ ജപ്പാന്റെ സൈഡിലാണ് മറ്റേ ഒരെന്റ് ഫിൻലാൻഡിന്റെ. ഇത് രണ്ട് ധ്രുവങ്ങളിലുള്ള പോലത്തെ സ്ഥലങ്ങളാണ്. അവരുടെ ടെറൈനും ഭയങ്കര വൈഡ് റേഞ്ച് ഓഫ് ടെറൈനാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ യാത്ര. എത്ര ടൈം സോൺസ് ഉണ്ടായിരിക്കും അല്ലേ? ഞാൻ റഷ്യയും ഞാൻ പോയിട്ടില്ല. അപ്പൊ ഈ കസാഖ്സ്ഥാനാണ് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് പോയത്. അത് എന്റെ 40ാമത്തെ രാജ്യമായിരുന്നു. 40ാമത്തെ രാജ്യം. ഞാൻ പിന്നെ ടൂറിസ്റ്റ് പരിപാടിയല്ല ഞാൻ എൻ്റെ ആഗ്രഹം. ഞാൻ ചിലപ്പോൾ ഒരു രാജ്യത്ത് വന്നിട്ട് അവിടുത്തെ എല്ലാ സ്ഥലങ്ങളൊന്നും ഞാൻ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ അവിടെ ചെന്ന് അവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അവിടുത്തെ സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ ഫുൾ വീട്ടുകാരും കൂടിയിട്ട് ഒരു 5 ബെഡ്റൂമുള്ളൊരു അപ്പാർട്ട്മെൻറ്റോ അങ്ങനെ വല്ലതും എടുത്തിട്ട് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കുക്ക് ചെയ്ത് വെറുതെ പറമ്പിലൊക്കെ ഇറങ്ങി നടന്ന് ചിലപ്പോൾ വൈകുന്നേരം വല്ലതും ഒന്ന് ഈ സിറ്റിയിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി അവിടെ നടന്നിട്ട് തിരിച്ചു വന്ന്. അപ്പോൾ ഒരു ദിവസം ഭൂരിഭാഗം സമയം നമ്മൾ ചിലപ്പോൾ ഇവിടെ ആ വീട്ടിലായിരിക്കും ചിലപ്പോൾ സ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ ഫാമിലി അങ്ങനെ തന്നെ അങ്ങോട്ട് പോകണം. ഫാമിലി അത് ഭയങ്കര ട്രാവൽ ചെയ്ത് ഫാമിലി ആയിട്ട് പോകുന്നത് വേറെ തന്നെ ഒരു വൈബാണ്. അങ്ങനെയാണ് ചിലപ്പോൾ അങ്ങനെയൊക്കെ സാധ്യത ചിലപ്പോൾ ഞാനൊക്കെ പോയെന്നിരിക്കും. അല്ല, ടൂറിസ്റ്റിനെ പോലെ ട്രാവൽ ചെയ്യാതെ നമ്മൾ അവിടെ പോയിട്ട് ഇപ്പൊ എയർബിഎൻബിയുടെ പരസ്യത്തിൽ പറയുന്ന പോലെയാണ്, ലിവ് ദെയർ ഫോർ ഫ്യൂ ഡേയ്സ്. അവിടെ പോയി മറ്റേ മോണ്യുമെന്റ് കണ്ടു, ഇത് കണ്ടു, ആ പള്ളി കണ്ടു, ഈ അമ്പലം കണ്ടു, അങ്ങനെ അല്ലാതെയും ട്രാവൽ ചെയ്യാലോ. ഈ പാക്കേജിൽ പോയുള്ള പ്രശ്നം അതാണ്. അതെ, നമ്മൾ ഇന്ന സമയത്ത് അവിടെ കഴിയുമ്പോഴത്തേക്കും കൊരങ്ങനെ മടിയിരുത്തണം. എങ്ങനെ ഇല്ലാത്തൊരു തായ്ലൻഡ് ട്രിപ്പ് ഞാൻ അന്വേഷിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ അല്ലാണ്ടും പോവാം. അതെ, പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് ഒന്ന് പ്ലാൻ ചെയ്ത് പോകണം. പാക്കേജ് എടുക്കാം. ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് പാക്കേജ് എടുക്കുകയാണെങ്കിലും അവരോട് പറയാം, നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് പാക്കേജ് എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഓൺലൈൻ ബുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ ഇപ്പോൾ ഉള്ളൂ. Airbnb എനിക്ക് തോന്നുന്നു ഓൾ ഓവർ ദ വേൾഡ് ഉണ്ട്. അടിപൊളിയാണത്. ചിലപ്പോൾ നമുക്കൊരു ഹോട്ടൽ റൂമിന്റെ പൈസക്ക് നമുക്ക് ചിലപ്പോൾ ഫുൾ അപ്പാർട്ട്മെന്റ് ഒക്കെ കിട്ടും. അങ്ങനെയൊക്കെ ചില സ്ഥലങ്ങളിലുണ്ടാണ്. അത് പിന്നെ നമുക്ക് ഫോട്ടോ കണ്ട് വിശ്വസിച്ച് പോകേണ്ടി വരും. അതല്ലാതെ പക്ഷെ എന്നാലും ഭൂരിഭാഗം സമയം നല്ല ഓപ്ഷൻസ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ പോയാൽ ഏറ്റവും കൂടുതൽ എക്സോട്ടിക് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ സർപ്രൈസ് ചെയ്ത രാജ്യം ഏതാ? ഞാൻ ആകെപ്പാടെ 3 പോയിട്ടുള്ളൂ. 3 പോയിട്ടുണ്ടോ? എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ടല്ലോ എന്തെങ്കിലും ഒരു സർപ്രൈസിങ് എലമെന്റ് ഉണ്ടാവും. അവിടുത്തെ കൾച്ചർ, അവിടുത്തെ ഹിസ്റ്ററി. ആഫ്രിക്ക ഒക്കെ ഉണ്ടല്ലോ, നമ്മൾക്കൊക്കെ ഭയങ്കര തെറ്റിദ്ധാരണയുണ്ട് ആഫ്രിക്ക. നമുക്ക് ആഫ്രിക്ക എന്ന് പറയുമ്പോൾ നമുക്ക് വരണ്ട ഭൂപ്രദേശം, പട്ടിണി കിടക്കുന്ന ആൾക്കാർ, അങ്ങനെയല്ലേ നമ്മൾ പട്ടിണി രാജ്യം. ഈ സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗ് ഒക്കെ പോയി കാണണം. വൺ സിറ്റി. അതല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ബോട്സ്വാനയിൽ പോയിട്ടുണ്ട്. അവിടെയൊക്കെ പോകുമ്പോൾ പച്ചപ്പ്, ബഹളം, ചെറിയ തണുപ്പ്. അപ്പോൾ വരണ്ട ചൂടുള്ളൊരു സ്ഥലമായിട്ടാണ് നമ്മുടെ മനസ്സിലൊരു രജിസ്റ്റർ ആയിരിക്കും പിക്ചർ ഉള്ളത്. പക്ഷെ അവിടെയും ഈ പറഞ്ഞ പോലെ ആഫ്രിക്ക എന്നുള്ള കൺട്രിയിലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളും നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളും അത്രയൊന്നും ഡെവലപ്ഡ് അല്ലാത്ത സ്ഥലങ്ങളും ഉണ്ടാവും. ഇപ്പോൾ പുറത്തുനിന്ന് ഇന്ത്യ കണ്ടിട്ടില്ലാത്ത ഒരാൾ ഹോളിവുഡ് സിനിമ കണ്ടിട്ടാണ് ഇന്ത്യ അയാൾക്കറിയാവുന്നത് എന്നുണ്ടെങ്കിൽ അയാളുടെ മനസ്സിൽ കുറെ ചേരിയിൽ റോഡിന്റെ സൈഡിലിരിക്കുന്ന പാമ്പാട്ടിയും ഒക്കെ ആയിരിക്കും. അത് സ്റ്റീരിയോടൈപ്പാണ്. സ്ലം ഡോഗ് മില്യണർ മാത്രം കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ ഇന്ത്യ മൊത്തം സ്ലം. താജ്മഹലിന്റെ മുമ്പിൽ ചെരുപ്പ് മറ്റേ അടിച്ചു വന്ന പിള്ളേരെ അവർക്കറിയാവും. അതെ. അപ്പം നമ്മൾ ഓരോ രാജ്യങ്ങളിൽ പോകുമ്പോഴും അവിടുത്തെ സർപ്രൈസിങ് ആയിട്ടുള്ള എന്താ വെച്ചാൽ
അവിടുത്തെ ഹിസ്റ്ററി, ഇപ്പം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും വർഷമായി, കുറച്ച് വർഷം മുമ്പ് മാത്രം സ്വാതന്ത്ര്യം കിട്ടിയ സ്ഥലങ്ങളിലൊക്കെ പോകണം, അവിടുത്തെ ആൾക്കാർ പറയുന്നതൊക്കെ കേൾക്കണം. അങ്ങനെ 30 വർഷം മുമ്പൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയ ആൾക്ക്, 30 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1995 അല്ലെ 1995 ആണ് നമ്മൾ ഈ പറയുന്നത് 30 വർഷം എന്ന് പറയുന്നത്. 1995 ഒക്കെ നമുക്ക് അത്യാവശ്യം ഓർമ്മയുണ്ട്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എത്ര കൊല്ലം, 40 കൊല്ലം ഉണ്ടായിരുന്നു അപ്പോഴേ. അതെ, നമ്മൾ കുറച്ച് നേരത്തെ വാങ്ങിച്ച സ്വാതന്ത്ര്യം. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആൾക്കാരുടെ തല്ലുകൂടി വാങ്ങിച്ചാ തല്ലിക്കൂടി വാങ്ങിച്ചാണ്. പക്ഷേ ഒരു സൈഡ് പറയുന്ന അവർക്ക് റിസോഴ്സ് ഇല്ലാതെ വന്നപ്പോഴേക്കും അവർ പോവേണ്ടി വന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മളധികം അത്യാവശ്യം കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിന് വേണ്ടി. അതെ അതെ അതെ, ഒരുപാട് പേര് അതിന് വേണ്ടി ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതുപോലെ ഓരോ രാജ്യത്തും ചിലപ്പോൾ അവിടുത്തെ സർപ്രൈസസ് ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ കംബോഡിയയിൽ പോയപ്പോൾ, കംബോഡിയ എവിടെയാണ്? കംബോഡിയ തായ്ലൻഡിന്റെ ലാവോസിന്റെ ഒക്കെ അടുത്ത് ആണ്. വിയറ്റ്നാമിന്റെ ഒക്കെ ബോർഡർ ഷെയർ ചെയ്യണം. കംബോഡിയ പോയപ്പോഴാണ് നമ്മൾ അവിടെ ഒരു പോൾ പോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. അവിടുത്തെ ഒരു റെവല്യൂഷൻ, പോൾ പോട്ടിന്റെ ഒരു ഗ്രീൻ റെവല്യൂഷന് വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആളുകളെ ഇപ്പോൾ കൃഷിക്കാർ മാത്രം മതി, എല്ലാവരും കൃഷി ചെയ്താൽ മതി എന്നും പറഞ്ഞിട്ട് അവിടുത്തെ ജനസംഖ്യയിലെ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, അല്ലെങ്കിൽ കലാകാരന്മാർ, കണ്ണട വെച്ചവരെ വരെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. മൊത്തം ജനസംഖ്യയുടെ 1/3 കൊന്നു കളഞ്ഞ സ്ഥലം അത്. ഇത് ഒരുപാട് വർഷം മുമ്പൊന്നുമല്ല, നമുക്കൊക്കെ സ്വാതന്ത്ര്യമൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടാണ് ഇതിവിടെ സംഭവിച്ചേക്കണത്. അപ്പോൾ അവിടെ ഒരു ടെമ്പിൾ ഉണ്ട്, ഞാൻ പോയിട്ടില്ല. അവിടെ ടെമ്പിളിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും ആ ടെമ്പിളിൽ നമ്മൾ നടക്കുമ്പോൾ അവിടെയാണ് ഈ ഡെഡ് ബോഡികളെല്ലാം കുറിച്ചിട്ടുള്ള അവിടെ അസ്ഥി നുറുങ്ങുന്ന ശബ്ദം കേൾക്കാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെ അങ്ങോട്ട് പോയില്ല. ഞാൻ പറഞ്ഞു ഓരോ ജനസംഖ്യയുടെ 1/3 കൊന്നു കളയാന്നൊക്കെ പറയണത് അത് അതിഭീകരമാണ്. നമ്മളെന്താ ചെയ്തത്? 3 സിനിമ കാണിക്കാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്തത്. അതെ, അവിടെ 1/3 തീർത്ത് കളഞ്ഞു. അപ്പൊ അത്രയും ക്രൗഡ് ഉണ്ട്. ഈ വിവരമില്ലാത്തവരിൽ പവർ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ പലതും സംഭവിക്കാം. അതെ, ഹിറ്റ്ലർ വേറൊരു എക്സാമ്പിൾ ആണ്. നമ്മൾ ശരിക്കും പറഞ്ഞ സിനിമയിലേക്ക് തന്നെയാണ് തിരിച്ചു വരുന്നത്. അധികാരം എന്താണ്, നമ്മൾ റോങ് പേഴ്സൺസിന്റെ അധികാരം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴേ ശരിക്കും ഇതുപോലെ കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും ഓരോ സ്ഥലങ്ങളുടെ ഹിസ്റ്ററി മാറുമല്ലേ ബ്രോ. അതായത് എങ്ങനെയാ പറയാ, അതായത് ഒരു ആളെ പരിചയപ്പെട്ട വിൻഡോക്ക് എന്നുള്ള സ്ഥലം നമീബിയയിൽ, അയാൾ പറയുന്നത് കോൾ മീ ബാസ്റ്റേർഡ് എന്ന് പറയുന്നത്, അല്ല കളേർഡ് എന്നാ പറയാ. കളേർഡ് എന്ന് വിശേഷിപ്പിച്ചപ്പോൾ അയാൾ പറയുന്നത് കോൾ മീ ബാസ്റ്റേർഡ് എന്ന് പറയുന്നത്. കളേർഡ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ വൈറ്റും അല്ല ബ്ലാക്കും അല്ല എന്നുള്ള പോലത്തെ കളേർഡ്, നമ്മുടെയൊക്കെ കളർ പോലത്തെ കളറുള്ള ആൾക്കാർ. അപ്പോൾ അയാളെ പറയണേ കോൾ മീ ബാസ്റ്റേർഡ് എന്ന് പറയണേ. തന്തയില്ലാത്തവനെന്ന് വിളിക്കാം. എന്തിനാ? ഒരു 10-30 വർഷം മുമ്പാണ് അവിടെ ജർമ്മനിയാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അവിടുന്ന് ജർമ്മനി അവിടുന്ന് ഓടേണ്ടി വന്നു. ഏത് ആഫ്രിക്കയിൽ നമീബിയയിൽ വിൻഡോക്ക് വിട്ട് ഓടേണ്ടി വന്നു ഇവരുടെ ഈ റെവല്യൂഷൻ കാരണം കൊണ്ട്. ഓണപ്പോക്കിൽ 25 ലക്ഷം ആണുങ്ങളെ കൊല്ലുകയും പെണ്ണുങ്ങളെ മുഴുവൻ റേപ്പ് ചെയ്യുകയും ചെയ്തിട്ടാണ് പോയിക്കണേ. അപ്പോൾ അയാളെ പറയണേ കോൾ മീ ബാസ്റ്റേർഡ് എന്ന് പറയണേ. അത് ഭയങ്കര ഡീപ്പാണ് അയാളത് പറയണത്. എന്നെ കളേർഡ് വിളിച്ചെങ്കിൽ എൻ്റെ മൈ ഗ്രാൻഡ് മദർ വാസ് റേപ്പ്, മൈ മദർ വാസ് റേപ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കോൾ മീ ബാസ്റ്റേർഡ്, ഐ എം ബാസ്റ്റേർഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് അയാൾ എന്തിലൂടെ ആയിരിക്കും കടന്നു പോയിട്ടുണ്ടാവുക, ഒരു രാജ്യത്തിലൂടെ ആയിരിക്കും കടന്നു പോയിട്ടുണ്ടാവുക. അതൊക്കെ മനസ്സിൽ ഇങ്ങനെ ഇട്ടേക്കായിരിക്കും. ഈ സ്പർദ്ധയുടെ എക്സ്ട്രീം സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്ന അങ്ങനെയാണ്. നമ്മൾക്ക് തലമുറകൾ താണ്ടി നമ്മുടെ ഹെയ്റ്റ് കടന്നു വരുന്നതൊക്കെ അങ്ങനെ.